ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ പാടെ? എല്ലാവർക്കും സുഖമല്ല? ഇവിടെ നല്ല മഴയാണ്. നാസ്തക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ദോശയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ദോശ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാല കറിയാണ്. നല്ല മഴയാണ് 2 ദിവസമായിട്ട്. അതിൻ്റെ കൂടുതൽ എക്സ്ട്രാ നല്ല പനിയുണ്ട് വന്നിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ദോശ കലക്കണത് പൊതുവെ എല്ലാവരും കലക്കണ പോലെ തന്നെ പഞ്ചപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി അരച്ച് ഉണ്ടാക്കി ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പഞ്ചപ്പൊടി എടുത്തത്. അപ്പോൾ നല്ലപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു ക്യാരറ്റിൻ്റെ പകുതി ഇട്ടെടുക്കുന്നുണ്ട്. ഒന്നുകൊണ്ടല്ല, ക്യാരറ്റായിട്ട് നമ്മളൊരു ഉപ്പേരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ തീരെ കഴിക്കില്ല. അതങ്ങനെ മാറ്റിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അവനത് കഴിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. ഓവറായിട്ടില്ല, കുറച്ച് ഇട്ടെടുക്കും. ഓവറായിട്ടുണ്ടെങ്കിൽ പിന്നെ അതും കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇപ്പോൾ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ല് വെച്ച് ഒന്ന് ചുട്ടെടുക്കാം. ഫ്രൈ പാനിൽ ഇടണ ഒന്നും കൂടെ വലിയതായിരിക്കും. കൂടെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ തൂക്കി മാവ് ഒഴിച്ചെടുക്കാം. മാവൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ ദോശ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ദോശ ചുട്ടെടുക്കാം. ഞാൻ മലപ്പുറത്താണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള മലപ്പുറം ശൈലി ഇപ്പോൾ പൊതുവെ ആൾക്കാർക്ക് സംസാരത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ആ ശൈലിയിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ കറിക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ തക്കാളി യൂസ് ചെയ്യില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു മസാല ചെയ്യുമ്പോൾ തക്കാളി യൂസ് ചെയ്യില്ല. ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഉള്ളി ഇത്ര മാത്രം യൂസ് ചെയ്യലുള്ളൂ. ഉരുളക്കിഴങ്ങ് 8 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെട്ടി കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാറുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിക്കുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഇട്ടെടുക്കണ്ട. മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക. പിന്നെ പച്ചമുളക് ഓൾറെഡി നമ്മളതിൽ വെച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങളിങ്ങനെ കെടുക്കാതെ നല്ല ഉടഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റാണ്. അത് വേകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരട്ടെ. അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും
ഉപ്പ് പിന്നെ പെട്ടെന്ന് വെന്തിട്ടാണ് വേണ്ടിയിട്ടാണ് ഉപ്പ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ വീഡിയോ കുറച്ച് മാറ്റി വരുന്നുണ്ടല്ലോ ഗൈസ്. നമ്മളപ്പുറത്ത് വെച്ച ഗ്യാസ് ഓഫാക്കി ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഈ ഉള്ളിലേക്കൊന്ന് തട്ടി കൊടുക്കാം. ഇന്നലെ പിന്നെ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടിരുന്നു. പ്രഷർ ഓഫ് നേർക്ക് പോവാതെ കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് മുഖത്തേക്ക് വന്ന് കറി എന്തോ ഇതായി പറഞ്ഞൊരു വീഡിയോ കണ്ടു. അപ്പോൾ ശരിക്കും വീഡിയോ ഇതിൻ്റെ നിന്നൊക്കെ ഒരുപാട് അങ്ങനെ പറ്റില്ല. നമ്മൾ പെട്ടെന്നൊക്കെ മദ്രസക്ക് പോകാനാകുമ്പോഴത്തേനൊക്കെ പെട്ടെന്നാണ് വേണ്ടിയിട്ട് വെയിറ്റ് പൊന്തിച്ച് പ്രഷർ കാണാൻ മുന്നേ തുറക്കലൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും അപകടമൊന്നും പറ്റിയിട്ട് അറ്റാക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ്ടേ. കണ്ടപ്പോൾ ശരിക്കും നല്ല പേടി തോന്നി. നല്ല മിക്സ് ചെയ്താൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭയങ്കര ഓവർ തിക്നെസ് വരും. അപ്പം നമ്മളെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ടോ. അതിൽ കുറച്ചൊക്കെ ചപ്പൊക്കെ ഇടാം, പക്ഷെ മോനക്ക് അതിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതിലിട്ടെടുക്കാറുണ്ട്. അപ്പം നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു പപ്പടത്തിൻ്റെ കുറവുണ്ട്. ഇതിലേക്ക് നല്ല രസമുണ്ടാവും പപ്പടം. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അടുത്തൊരു വീഡിയോ മറ്റു വീണ്ടും വരാം. ഓക്കെ.